നീനൂസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്, സ്പൈസി ഡോണറ്റ്സ്. അതായത് സ്വീറ്റ് ആയിട്ടുള്ള ഡോണറ്റ്സിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ ഒരു പൊട്ടറ്റോ സ്പൈസി ഡോണറ്റ്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇതിനായി 2 വലിയ പൊട്ടറ്റോ ഉപ്പും മഞ്ഞളും വേവിച്ച് ഉടച്ചെടുത്തിട്ടുണ്ട്. 1 മുട്ട, 3 ടേബിൾ സ്പൂൺ മൈദ മാവ്, 1 മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞു വെച്ചത്, ആവശ്യത്തിന് കറിവേപ്പില ചെറുതായി നുറുക്കിയെടുത്തിട്ടുണ്ട്. ഇനി 1/2 പാക്കറ്റ് ബ്രെഡ് ചെറുതായി പൊടിച്ച് എടുത്തത്. ഇതെല്ലാം കൂടി നമുക്ക് ഇനി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു പാത്രം എടുത്ത് അതിനകത്തേക്ക് വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് എടുക്കുക. അതിനകത്തേക്ക് സവാള ചെറുതായി അരിഞ്ഞത്, പച്ചമുളക്, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി നുറുക്കിയെടുത്തത്, ആവശ്യത്തിന് കറിവേപ്പില ചെറുതായി നുറുക്കിയെടുത്തത്, പിന്നെ നമ്മളിവിടെ 3 ടേബിൾ സ്പൂൺ മൈദ മാവ്, ഇതെല്ലാം കൂടി ഒന്ന് ഒട്ടിപ്പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് മൈദ മാവ് ചേർക്കുന്നത്. പിന്നെ നമ്മൾ എടുത്ത് വെച്ച ഒരു കോഴിമുട്ട, ഒരു മുഴുവനായിട്ടുള്ള കോഴിമുട്ട, ആവശ്യത്തിന് ഉപ്പിടുക, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇതെല്ലാം കൂടി ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് വെള്ളമൊന്നും അഡീഷണലായിട്ട് ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ മുട്ടയുടെ ആ വെള്ളത്തിൽ തന്നെ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഇതെല്ലാം ചെറുതായിട്ടൊന്ന് വെള്ളമായിട്ട് നമുക്ക് ഒരുപാട് കുഴഞ്ഞായിരിക്കുന്നത്, അതിനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 1/2 പാക്കറ്റ് ബ്രെഡ് പൊടിച്ചതുണ്ടല്ലോ അതിനകത്തുനിന്ന് കുറച്ചെടുത്തിട്ട് കുറേശ്ശെ ആയിട്ട് നമ്മൾ ഈ വെള്ളത്തിനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ മിക്സ്ചറിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിനെ നന്നായിട്ടൊന്ന് കുഴച്ച് ഒരു സ്റ്റിഫാക്കി എടുക്കുക. കട്ടിയുള്ള രൂപത്തിലേക്കാണ് നമുക്കിത് വേണ്ടത്. വേറൊന്നുമല്ല, നമ്മുടെ ഡോണറ്റ്സ് നമ്മൾ ഷേപ്പാക്കി എടുക്കുമ്പോഴേക്കും നമുക്ക് നല്ല കറക്റ്റായിട്ട് കിട്ടണം. ആ ഒരു പരുവം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ ഒന്ന് കുഴച്ച് എടുക്കുക. ഇപ്പോൾ ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ? ഈ ഒരു സ്റ്റിഫായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിതിനെ ഇനി ഉരുട്ടിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കൈ ഒന്ന് ഒരു ചെറുതായിട്ട് കഴുകിയതിന് ശേഷം ഒന്ന് എണ്ണയിൽ ഗ്രീസ് ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു ചെറിയ ഉരുള അതിനകത്തുനിന്ന് എടുക്കുക. ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ഉരുള ഉരുട്ടിയെടുത്ത് നമ്മളിങ്ങനെ പരത്തിയെടുക്കുമ്പോഴേക്കും നല്ല കട്ടിയിൽ തന്നെ പരത്തിയെടുക്കുക. ഒരുപാട് നൈസായിട്ട് പരത്തിയെടുത്താൽ നമുക്ക് ഡോണറ്റ്സിൻ്റെ ഷേപ്പ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ജസ്റ്റ് കൈ കൊണ്ട് നമ്മളിങ്ങനെ ഒന്ന് കട്ടിയിൽ പരത്തിയെടുക്കുക. എന്നിട്ട് നമ്മുടെ ചെറുവിരലുണ്ടല്ലോ അതൊന്ന് എണ്ണയിൽ ചെറുതായിട്ടൊന്ന് മുക്കിയതിന് ശേഷം നമ്മളിങ്ങനെ ആ ഒരു ഇതിലേക്ക് ഹോളിട്ട് കൊടുക്കുക. ഇങ്ങനെ ഹോളിട്ട് കൊടുക്കുമ്പോൾ ഒരുപാട് എണ്ണയായി പോകരുത്, അപ്പോൾ അത് ലൂസായി പോവും. ചെറുതായിട്ടൊന്ന് അതിന് ശേഷം നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന മുട്ടയിൽ മുക്കിയെടുത്തിട്ട് ബ്രെഡ് ക്രംസിലും കൂടെ ഒന്ന് റോൾ ചെയ്തെടുക്കുക. ഇങ്ങനെ റോൾ ചെയ്യുമ്പോഴേക്കും 2 വശവും ബ്രെഡ് ക്രംസിൽ ഇങ്ങനെ റോൾ ചെയ്തതിന് ശേഷം നമ്മൾ കൈ കൊണ്ട് ആ നടുക്ക് ആ ഹോളിലൊന്ന് പിടിച്ചിട്ട് ഇങ്ങനെ ഞാനിപ്പോൾ കാണിക്കുന്ന പോലെ റോൾ ചെയ്തെടുക്കുക. അപ്പോൾ നല്ല ഒരു ഡോണറ്റ്സിന് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഷേപ്പ് നമുക്ക് കിട്ടും. കൈകൊണ്ട് നമ്മൾ ഉരുട്ടിയെടുക്കുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെ ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു തവണ കൂടി കാണിക്കാം. ഞാനൊന്ന് വേഗം കൈ ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ഒരു ചെറിയൊരു ഉരുള എടുക്കുക. അതൊന്ന് ഉരുട്ടിയതിന് ശേഷം അത് നല്ല കട്ടിയിലൊന്ന് പരത്തിയതിന് ശേഷം നമ്മൾ കൈ ഒന്ന് ചെറിയ വിരലൊന്ന് എണ്ണയിൽ മുക്കിയതിന് ശേഷം അതിലൊരു ഹോൾ ഉണ്ടാക്കുക. 2 വശവും മറിച്ചും തിരിച്ചും ആ ഹോളൊന്ന് റെഡിയാക്കി എടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ, റെഡി ആയിട്ടുണ്ട്. ഇനി അത് അടിച്ചു വെച്ച മുട്ടയിൽ ഒന്ന് മുക്കുക. എന്നിട്ട് നമ്മളത് ബ്രെഡ് ക്രംസിലേക്ക് ഇടുക. ബ്രെഡ് ക്രംസിലേക്ക് മുട്ടയിൽ മുക്കാത്ത കൈ കൊണ്ട് നമ്മൾ ആ ബ്രെഡ് ക്രംസ് എല്ലായിടത്തേക്കും സ്പ്രെഡ് ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ ഒന്ന് റോൾ ചെയ്തെടുത്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഷേപ്പ് നമുക്ക് കിട്ടും. ഇങ്ങനെ തന്നെ നമ്മളെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇപ്പം ഞാനിവിടെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഡോണറ്റ്സ് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനുള്ള പാൻ റെഡിയാക്കാം.
ഇവിടെ പാൻ വെച്ചിട്ട് സ്റ്റവ് കത്തിച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഒന്ന് ചൂടായി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ഡോണറ്റ്സ് വളരെ പതുക്കി ഇട്ട് കൊടുക്കുക. വേറെ ഒന്നുമല്ല, നമ്മൾ പതുക്കി ഇട്ട് കൊടുത്തിട്ടില്ലെന്നാണെങ്കിൽ ആ ബ്രെഡ് ക്രംസിലാണല്ലോ നമ്മളിത് പൊതിഞ്ഞെടുത്തിരിക്കുന്നത്. അത് ആ ക്രംസ് എല്ലായിടത്തേക്കും ഇങ്ങനെ ഇപ്പോൾ കണ്ടില്ലേ, ഇതിൽ കാണുന്നതിനേക്കാളും കൂടുതലായിട്ട് അത് വിട്ടുപോകും. അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ എണ്ണയിൽ കിടന്ന് അത് കരിഞ്ഞിട്ട് നമ്മുടെ സ്നാക്സിൽ തന്നെ അത് പറ്റി പിടിച്ചിരിക്കും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ ഒരു കരിഞ്ഞ ടേസ്റ്റും പിന്നെ കാണാനും ഒരു ഭംഗി ഉണ്ടാകത്തില്ല. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ വളരെ ജെൻറ്റിലായിട്ട് പതിയെ തന്നെ നമ്മൾ ഈ സ്നാക്സ് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കുക. ഇപ്പോൾ ഇത് ഏകദേശം ഒരു വശം മൊരിഞ്ഞിട്ടുണ്ട്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മളിത് ഇട്ട് കൊടുക്കുമ്പോഴേക്കും എണ്ണ ചൂടായതിനു ശേഷം നമ്മളത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുക. വേറൊന്നുമല്ല, ബ്രെഡ് ക്രംസിൽ ഇത് പൊതിഞ്ഞിരിക്കുന്നതുകൊണ്ട് ബ്രെഡ് പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് ഇത് ചെയ്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ആ ഒരു കരിഞ്ഞ ഒരു ഇതിലേക്ക് മാറും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേഗം തന്നെ അത് മീഡിയം ഫ്ലെയിമിലോ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലോ ആക്കിയിട്ട് നമ്മളത് ഫ്രൈ ചെയ്തെടുക്കാൻ നോക്കുക. ഇപ്പോൾ 2 വശവും ഏകദേശം ആയിട്ടുണ്ട്. നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഇതുപോലെ ഒരു ചെറിയ സ്പൂൺ ഉപയോഗിച്ചിട്ട് ഒന്ന് മറിച്ചിട്ട് നോക്കാം. ഇപ്പം നല്ല ഗോൾഡൻ ബ്രൗണിഷ് കളറായി വന്നിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് ഇപ്പോൾ ഇത് കാണാൻ. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരിക്കൽ കൂടി ഇതിനെ ഒന്ന് എന്താ പറയുക, ഇപ്പോൾ നമുക്ക് കാണുമ്പോൾ ഇത് ഭയങ്കരമായിട്ട് എണ്ണ കുടിച്ചിരിക്കുന്ന പോലെ തോന്നും. ഒരിക്കലുമില്ല, നമ്മളത് എണ്ണയിൽ നിന്ന് കോരി മാറ്റുമ്പോഴേക്കും നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു സ്ട്രക്ചറിലായിരിക്കും കിട്ടുന്നത്. ഇപ്പോൾ നമ്മുടെ ഡോണറ്റ്സ് 2 വശവും റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു പാത്രം എടുത്തിട്ട് അതിനകത്തേക്ക് നമുക്ക് പകർത്താനുള്ള ഒരു രീതിയിലേക്ക് ഇത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചട്ടുകം എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഓരോന്നായിട്ട് ഇതുപോലെ ചെറിയ സ്പൂൺ ഉപയോഗിച്ചിട്ട് ഓരോന്നായിട്ട് ഞാൻ കോരിയെടുക്കുവാണ്. ഇപ്പോൾ എന്നിട്ട് ഈ ചട്ടുകത്തിൽ വെച്ചിട്ട് തന്നെ ഇത് ഡ്രൈ ആയിട്ട് കിട്ടും. നമുക്ക് ഒരു മിനിറ്റ് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ എണ്ണയൊക്കെ ഇതായിട്ട് നല്ല ഡ്രൈ ആയിട്ട് ഇത് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇതാ നമ്മുടെ പൊട്ടറ്റോ ഡോണറ്റ്സ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ. എല്ലാവരും ഒന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം.